ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൊച്ചടുക്കളയിൽ തന്നെയാണ് ഇന്നും. എന്തായാലും ഈ ഒരു വിഭവം ഇവിടെ വെച്ച് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കൂട്ടത്തിൽ രസമുണ്ട്, സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്. അപ്പം സാധാരണ പാക്കറ്റിൽ ഈ രസപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ വാങ്ങാറില്ലേ? എളുപ്പത്തിന് വേണ്ടി പലരും വാങ്ങുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഒത്തൻറ്റിക്കായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നമുക്ക് വിശ്വസിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു രസപ്പൊടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോണത്. ആ രസപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. രസം പൗഡർ അത് കുപ്പിയിലാക്കി വെച്ചാൽ മതി, വായി കിടക്കാത്ത കുപ്പിയിൽ. ആവശ്യാനുസരണം എപ്പോൾ രസം ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ഈ പൊടി ഉപയോഗിച്ചാൽ മതി, കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ഉപയോഗിക്കേണ്ട. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു. ഇനി അതിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ചേരുവകളുടെ കാര്യം പറയാനാണെങ്കിൽ അതേ നോക്കിക്കോളൂ. ഇത് വറ്റൽമുളക്, ഇതൊരു 40 വേണം. ഇതിപ്പോൾ ഏത് കളർ മാത്രം മതി, അല്ലാതെ ഭയങ്കര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പിരിയൻ മുളക് എടുക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മുളകിലും ചെയ്യാം. ഇതൊരു 40 വറ്റൽമുളക്. ഇത് മല്ലി, മുഴുവൻ മല്ലിയാണ്. ഇത് കഴുകി ഉണക്കിയെല്ലാം വെച്ചത്. ഇത് 2.5 കപ്പ് അളന്ന് വെച്ചത്. ഓക്കെ, ഇത് എത്രയാണെന്നറിയോ? കുരുമുളക്, മുഴുവൻ കുരുമുളക് 1/2 കപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ഉഴുന്ന്, ഇത് മുഴുവൻ ഉഴുന്നാണ്, സ്പ്ലിറ്റ് അല്ല. ഇതിപ്പോൾ 1/4 കപ്പ് മതി. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ. ഇത് 6 ടേബിൾ സ്പൂൺ. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ 240 ml കപ്പാണ് എൻ്റെ ഒരു അളവ് സൈസായിട്ട് ഞാൻ പറയുന്നത്. കടലപ്പരിപ്പ് 3/4 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സാമ്പാർ പരിപ്പല്ല, അത് തോരൻ പരിപ്പാണ്. ഇത് കടലപ്പരിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വാങ്ങണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാന ചേരുവകൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും, കുറച്ച് നല്ല ജീരകവും ചേർക്കും. ആദ്യം ചീനച്ചട്ടിയൊക്കെ ചൂടായി വറ്റൽ മുളകൊന്ന് വറുത്ത് മാറ്റാം. അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്ത് മാറ്റണം. മുളകിൻ്റെ മണം പിടിച്ചു തുടങ്ങി. ഇത് മൂക്കുമ്പോൾ ഇതിൽ നിന്ന് പാകത്തിന് മൂത്ത് കിട്ടുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പം മുളക് പാകത്തിന് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വലിയ എരിവുള്ള മുളകാണെങ്കിൽ 30 എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 40. ഇനി അടുത്ത ഊഴം എന്ന് പറയുന്നത് മല്ലി, മുഴുവൻ മല്ലിയുടെയാണ്. ഇത് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്, ഞാൻ അളന്നതാണ്. ഇതും വറുത്ത് മാറ്റാം. അപ്പോൾ മുഴുവൻ മല്ലിയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. മൂക്കും ഒരു പ്രത്യേക മണമാണ്. ഇനി ഇതും അടുപ്പിൽ നിന്നും മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് തട്ടി വയ്ക്കാം. പൊട്ടി വരുന്നുണ്ടോ? അതാണ് മൂത്തതിൻ്റെ ലക്ഷണമാണ്. അതെല്ലാം യെസ്, കറക്റ്റ്. ഇനി കടലപ്പരിപ്പ്, ഇത് 3/4 കപ്പ്. ഇതും ഇതുപോലെ പാകത്തിന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരുപാട് ബ്രൗൺ ആയി, കളർ ചേഞ്ച് ആവാത്ത രീതിയിൽ ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇത് ഉഴുന്ന് മുഴുവനെ ഉള്ളതാണ്, ഹോൾ ഉറുദാൽ. ഇത് 1/4 കപ്പ്, അതായത് 3 ടേബിൾ സ്പൂണോളം വരും. ഉഴുന്ന് പരിപ്പും മൂത്ത് തുടങ്ങി, കളറ് മാറാൻ പോകുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറും. ഇതൊക്കെ ഇരുന്നൊരു മൂക്കിലും കൂടി ഉണ്ട്, അതും കൂടി മനസ്സിൽ കാണണം. ഇത് ആ കടലപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഇടാം. ഓക്കെ, ഇതെല്ലാം തണുക്കാനായിട്ടാണ് പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നത്. 1/2 കപ്പ് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. ഇതൊന്ന് മൂപ്പിക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഈ ചൂട് മതി, അതിനകത്ത് കിടന്നിട്ട് സെറ്റാകും. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ പോകുന്നു.
ജീരകമൊക്കെ മൂത്ത് പൊട്ടി കുരുമുളകും ആവശ്യത്തിനായി കഴിയും. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് ലാസ്റ്റ്. എങ്കിൽ ആ പാത്രത്തിന് നല്ല ചൂടാണ്. ഇനി ആ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം ആ ഒരു കോമ്പിനേഷൻ ഇതിന് മേളിലായിട്ട് ചേർക്കാം. ഇനി നമുക്ക് പൊടിച്ചു വരണം. എല്ലാം പാകത്തിന് തണുത്തിട്ടുണ്ട്. ആദ്യം വറ്റൽമുളക്, ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് മല്ലിയും കൂടി ചേർത്തിട്ട് വീണ്ടും പൊടിക്കാം. മുളകിൻ്റെ ചുവയെല്ലാം ധാരാളമായിട്ട് വരുന്നുണ്ട് മുളക് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഏകദേശം ഒരു 3/4 ആയി. ഇനി ബാക്കി മല്ലിയുടെ കൂടെ കിടന്നിട്ട് പൊടിഞ്ഞ് കിട്ടും. 2-3 പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാര്യം ക്വാണ്ടിറ്റി കൂടുതലാണ്. ബാക്കി സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കും. അത്യാവശ്യം നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഫൈനായിട്ട് പൊടിയണം. അപ്പോൾ പൊടിഞ്ഞത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഫസ്റ്റ് ലോട്ട്. അപ്പോൾ ഇത് മുളക് പൊടി, അതായത് വറ്റൽ മുളക് കംപ്ലീറ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലി ചേർക്കാം. ബാക്കിയിരിക്കുന്ന മല്ലിയും കൂടെ പൊടി ചേർക്കാം. ബാക്കി മല്ലിപ്പൊടിയും ചേർക്കുന്നു. ഇനി ഇതിൽ ബാക്കി കടലപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, ഉഴുന്ന് പരിപ്പ്, അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് പൊടിക്കും. ഇതിലിപ്പോൾ കടലപ്പരിപ്പുണ്ട്, ഉഴുന്ന് പരിപ്പുണ്ട്, മുഴുവൻ ഉഴുന്നാണ്, കുരുമുളക്, ജീരകം, നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. നല്ല ഒന്നാം തരമായിട്ട് പൊടിഞ്ഞിട്ട് നമ്മൾ മൂപ്പിക്കുന്നത് കറക്റ്റായിട്ടാണെങ്കിൽ പൊടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് കളറിൽ തന്നെ കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാ പൊടികളും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകണം. അപ്പോഴാണ് നമ്മുടെ രസത്തിൻ്റെ പൊടി റെഡിയാകും. കണ്ടല്ലോ, എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഒറിജിനൽ രസപ്പൊടി വീട്ടിലുണ്ടാക്കും. ഹോം മെയ്ഡ്. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകും. കാരണം കുരുമുളക് കൊണ്ട് നല്ല എരിവുള്ള മുളക് തന്നെയായിരുന്നു. അത്യാവശ്യം കളർ എങ്ങനെയാണെങ്കിലും ഭയങ്കര ഡാർക്ക് റെഡ് വേണ്ടല്ലോ. ഇതൊരു ലൈറ്റ് ഒരു ഓറഞ്ചിഷ് കളറായിട്ടാണ് പൊടി വരുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു രീതി. ഇത് കുറേ ദിവസത്തേക്ക് വരും കേട്ടോ. ഒരു ദിവസം 2 ദിവസമൊന്നും അല്ല. ഇത് ഇഷ്ടം പോലെ. നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ എത്ര പൊടി വേണം കുറച്ചിട്ടാൽ പോലെ. ബാക്കി ഇത് ഏകദേശം ഒരു 2-3 മാസത്തേക്ക്. നമ്മൾ ഡെയിലി രസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആവശ്യം പോലെ ഒരു 10-30 പ്രാവശ്യമെങ്കിലും, 30 അല്ല, ഏകദേശം ഒരു 25-30 ടൈംസ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരണം. ഇനി ഇതിൻ്റെ ചൂട് പോയിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് കാരണം ഇനി പ്രത്യേകിച്ച് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വായു കടക്കാത്ത കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നോക്കട്ടെ. നല്ല മണം. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മണക്ക്. സത്യം പറഞ്ഞാൽ മുളക് വറുത്ത് ഭയങ്കരമായിട്ട് എരിവ് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ചുമച്ച് കണ്ടീഷനായി. കാര്യം ഇത് ഞാനൊരു ക്ലോസ്ഡ് കിച്ചണിൽ നിന്നാണ്. AC ഇട്ടിട്ടുണ്ട്. അത് കാരണം പ്രശ്നമാണ്. അതുകൊണ്ട് ഉള്ള എരിവ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി അപ്പം ഇത് നമ്മൾ കുപ്പിയിൽ വെച്ച് സൂക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്നും കുറച്ച് രസപ്പൊടി എടുത്തിട്ടൊരു ചെറിയ രസം ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവാണ്. ഇന്ന് ഞാനിവിടെ വെള്ളച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രസവും വെള്ളച്ചോറും അപ്പളവും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പം അതിനൊരു പാത്രം വെച്ചിട്ട് ഇതിലിപ്പം നമ്മൾ ചേർക്കാത്ത കാര്യങ്ങൾ, വെളുത്തുള്ളി ഇല്ല, ഇതിൽ കായമില്ല, ഈ 2 കാര്യം. അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലർക്ക് കായം ചേർക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കാം. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത്. ഒരുപാട് ആൾക്കാർ ഗാർലിക് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വിചാരിച്ചിട്ടാണ്. ആവശ്യാനുസരണം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി രസം ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 3.5 കപ്പ് വെള്ളം ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം സെപ്പറേറ്റ്. ഇതിൽ ഒരു വലിയ നെല്ലിക്ക, വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി, സാധാരണ പുളി, അത് കുതിരാനിട്ട് വയ്ക്കുന്നു. ആ പുളിവെള്ളം, അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം പുളിവെള്ളമായിട്ട് മാറും. ഒരു വലിയ നെല്ലിക്ക തന്നെ വെച്ചോളൂ, ആവശ്യാനുസരണം എടുക്കാം. ഇതൊരു ടൊമാറ്റോ രസമാണ് ഉണ്ടാക്കാൻ പോകണം. അതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട, കാരണം ടൊമാറ്റോയുള്ള പുളിയും കൂടി വരുമല്ലോ. അപ്പോൾ ഇനി വെള്ളം ടൊമാറ്റോ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം.
അതെ 3.5 കപ്പ് വെള്ളം. നമുക്ക് രസപ്പൊടി ഉള്ളതുകൊണ്ട് ഇത് വേറൊരു ഫോർമാലിറ്റി ഇല്ല. 2 വലിയ ടൊമാറ്റോ സ്ക്വയർ പീസസ് ഇട്ട് വേണമെങ്കിൽ ടൊമാറ്റോ പ്യൂറി ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു ചതച്ച് ചേർക്കാം, അതായത് കംപ്ലീറ്റ്ലി അരയണം എന്നില്ല, ഒരു ഇടത്തരം രീതിയിൽ കുറച്ചൊക്കെ അരഞ്ഞ് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും ആകാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനിതേ ഒരു 7-8 അല്ലി, ചെറിയ അല്ലിയായിരുന്നു, 7-8 എടുത്തു. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയാം, ചതച്ചത്. ഇനി പാത്രം അടയ്ക്കും. അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വേകുന്ന താമസം, അതാണ് നമ്മുടെ രസം ആകാനുള്ളൊരു സമയം. ടൊമാറ്റോ എല്ലാം വാടി തുടങ്ങി. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, കപ്പ് പുളിവെള്ളമായി. ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടി ചേർക്കാം. ഇനി പുളിവെള്ളവും തിളയ്ക്കണം നന്നായിട്ട്. ഇനിയാണ് നമ്മൾ പൊടിയിടാൻ പോണത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസം പൗഡറിൽ നിന്നും ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഇച്ചിരി ഉപ്പ് ചേർക്കാം. പുളി നമ്മളൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ചേർത്താൽ മതി കേട്ടോ. കാര്യം ഈ ടൊമാറ്റോയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ പുളി ഉള്ള ടൊമാറ്റോ ആണെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി കിടന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തു, ഒരല്പം കൂടി ചേർക്കും, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. രസപ്പൊടി എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ആകട്ടെ. ടൊമാറ്റോ ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് മിക്സ് ഭയങ്കരമായിട്ട് വെന്ത് പഴയണമെന്നില്ല. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷേ ഇത്രയായി കഴിഞ്ഞു. ഓക്കെ, 1/4 ടീസ്പൂൺ കായപ്പൊടി. എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണം, അതാണ് നമ്മുടെ ഒരു ഭാഗം. ആഹാ, നല്ല എരിവും അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു അടിപൊളി രസം റെഡി. ഇനി കുറച്ച് മല്ലിയില ഫ്രഷ് മുറിച്ചിടാം, അരിഞ്ഞിടാം. മല്ലിയില ഇല്ലാതെ എന്ത് രസമല്ലേ. പഴയ കാലത്തൊന്നും മല്ലിയില ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മല്ലിയില മസ്റ്റ്. നല്ല 2 തവണ തിളച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. ഏകദേശം റെഡിയാണ്. ഇനി താളിച്ചിട്ടാൽ മാത്രം. അപ്പം നന്നായിട്ട് തിളച്ചു ഇല്ല, ധാരാളം മതി. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാം. രസം റെഡിയായിരിക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വേറൊന്നുമില്ല, സാധാരണ താളിക്കുക. 1 ടേബിൾ സ്പൂൺ, 1-1.5 വരെ ആകാം എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്, ഒരു 2-3-4 വറ്റൽമുളക്. തീ ഓഫ് ചെയ്യാം, നല്ല ചൂടായി കിടക്കാം. കുറച്ച് കറിവേപ്പില ആവശ്യാനുസരണം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ രസം തയ്യാറായിരിക്കുന്ന രസത്തിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു രസം റെഡി ആയി കഴിഞ്ഞ് ടൊമാറ്റോ രസം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എന്തുമാണോ അറിയോ, രക്ഷയില്ല, സൂപ്പർ അടിപൊളി രസം റെഡി. നമ്മുടെ രസപ്പൊടിയെ ഞാൻ കുപ്പിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ നല്ല ശുദ്ധമായ രസം പൗഡർ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് മാറ്റുകയാണേ. എന്നിട്ട് ആവശ്യം നന്നായിട്ട് അടച്ചു വയ്ക്കും. പിന്നെ ഇതിൽ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. ചില സ്പൈസ് കയറി നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, 1 ടേബിൾ സ്പൂൺ ആണോ 1.25 ആണോ, ചിലപ്പോൾ 1.5 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ ചിലർക്ക് അത്ര മതിയെന്ന് തോന്നും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇച്ചിരി നല്ല എരിവും ഒരു പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പഞ്ചുള്ളൊരു രസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
എളുപ്പത്തിൽ കാര്യം കഴിയും, ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. ഇത് വറുക്കുക, പൊടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാരോട് പറഞ്ഞാൽ, ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു വിടാൻ പറഞ്ഞാൽ മതി. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അത്യാവശ്യം ഒരു ഇൻഡക്ഷൻ കുക്കർ റൂമിലുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. രസപ്പൊടി റെഡി. അപ്പം ഇന്നത്തെ ഊണ് നല്ല വെള്ളച്ചോറും അതിൻ്റെ കൂടെ നല്ല ടൊമാറ്റോ രസം ആൻഡ് പപ്പടം. പപ്പടമല്ല, അപ്പളം. ഓക്കെ, കാണിച്ചു നോക്കിക്കോളൂ. എൻ്റെ വൈറ്റ് റൈസിൽ ഇങ്ങനെ രസം ഒഴിക്കുമ്പോൾ നിറയെ രസം ഒഴിക്കണം. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. രസം സാദം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷെ ഇതിലിപ്പോൾ രസം സാദം മിക്സിങ് ഇല്ല, അഴച്ചിങ്ങനെയല്ല അഴച്ചിരിക്കുന്ന തൈര് സാദം പോലെ ഇങ്ങനെ നല്ല വെന്ത ചോറാണ്. ദിസ് ഇസ് ദി അപ്പളം. 1 2 ആകാം. തൽക്കാലം ഞാൻ ഒരെണ്ണം വയ്ക്കുന്നു. ഓക്കെ, ചെറുത് വയ്ക്കാം. ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ? യെസ്, കഴിക്കാൻ തോന്നും. ഇതേ നോക്കി ഞാനിങ്ങനെ മിക്സ് ചെയ്യാൻ പോണു. നമ്മുടെ അപ്പളം, രസം ആൻഡ് വൈറ്റ് റൈസ്. രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോംബോ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്കൊക്കെ ഇതിങ്ങനെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അറിയാത്ത അല്ലെങ്കിൽ കഴിച്ച് നോക്കാത്തവർ നോക്കുക കേട്ടോ. എന്തിനാ വേറെ കറികളെല്ലാം? ഇത് മാത്രം മതി. ഒരു പറ ചോറുണ്ട്. ഞാൻ ഒരു പറയൊന്നും കഴിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ഫ്ലേവർഫുൾ യമ്മി രസം റൈസ്, നൈസ് നൈസ് ആൻഡ് അപ്പളം. അപ്പം ഞാനിതൊന്നും കഴിച്ചു തീർക്കട്ടെ. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക, ഇങ്ങനെ പൊടി ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നമുക്കൊരു രസം ഉണ്ടാക്കി മാറാം. വേറെ ഒരുപാട് കറികളൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാട്ടംസോ എന്തെങ്കിലും മാത്രം മതിയാവും. ഒരു ബ്രാഹ്മിൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു രസമൊക്കെ അല്ലേ, കുടിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, ഇങ്ങനെ കട്ടോരീസിലൊക്കെ അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷിക്കാൻ മറക്കണ്ട, നമ്മളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കണ്ട. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഇന്ന് എൻ്റെ നല്ലൊരു ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ്. ചോറ്, രസം, അപ്പളം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.